ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മലപ്പുറം തിരൂരങ്ങാടിയിൽ നിന്ന് കാണാതായിട്ടുള്ള നമ്മുടെ റുക്കിയമ്മയെ കുറിച്ചിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് ആദ്യം തന്നെ കേട്ട് നോക്കാം. നമ്മുടെ മണിമേളം ചാനലിൽ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പാണത്. അതായത് ആ വ്യക്തിയുടെ ഫാമിലിയോട് കൂടിയിട്ട് കോഴിക്കോട് നിന്ന് ഷൊർണൂരേക്ക് യാത്ര ചെയ്യുന്ന ട്രെയിനിൽ വെച്ചിട്ടാണ് ഉമ്മയെ കണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വോയിസ് ക്ലിപ്പ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അതൊന്ന് കേട്ട് നോക്കാം. നിങ്ങൾ എവിടെ ഇറങ്ങിയത്? ഞങ്ങള് പട്ടാമ്പിയില് ഇറങ്ങിയത്. അപ്പൊ പിന്നെ അവര് ഷൊർണൂർ വരെയുള്ള വണ്ടിയായിരുന്നു അല്ലേ? അപ്പൊ എന്താ പറഞ്ഞേ? അപ്പൊ ഈ ഉമ്മാന്റെ ഈ കമ്പാർട്ട്മെന്റിൽ അധികം ആളൊന്നുമില്ല, ഞങ്ങളൊരു 3-4 ആളുള്ളൂ. ഞങ്ങളും കൂടി ഇറങ്ങി നോക്കുമ്പോ ഇതിന് ഉമ്മയും വേറെ ഒരാളുണ്ട്. നിങ്ങള് ഇനി അപ്പൊ ഞങ്ങള് ഇറങ്ങുമ്പോ അയാളോട് പറഞ്ഞു ഇവരൊന്ന് ശ്രദ്ധിക്കണം, ഇവര് എവിടെ ഇറങ്ങണം എന്നുള്ള ഇത്തരം ഒറ്റക്കാണ് നമ്മൾ കണ്ടിരുന്നത്. ഒന്ന് ഇറങ്ങണേ, എന്നെ ശ്രദ്ധിക്കണം എന്ന് അവരോട് പറഞ്ഞു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഫോട്ടോ നമ്മള് അത്ര ചിന്ത ഫോൺ ചെയ്തില്ലേ. അപ്പൊ എന്താ അറിയോ, ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു. അപ്പൊ ഒരു ഓൽക്കൂടി ഉറപ്പായിരുന്നു. അല്ല, എന്റെ പെണ്ണുകൾ പറഞ്ഞേ അത് ശരി. അതിനങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴേ താടിമ ചെറിയ താടി രോമങ്ങളൊക്കെ കാണണ്ടേ. അതെന്റെ പെണ്ണുങ്ങൾ അത്തിരി ഉറപ്പ് പറഞ്ഞത്. അവരെന്താ വെച്ചാൽ അവരെ മോൻ പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മാക്സ് ഇട്ടിട്ടാത്രേ. അപ്പൊ ഈ പറത ഈ അവസ്ഥയിൽ കണ്ടപ്പോ പറത ആരെങ്കിലും വാങ്ങി കൊടുത്തതാകും, അതേ കൊടുത്തതാകുന്നാണ് മോൻ പറയുന്നത്. അത് ഇതെന്താ വെച്ചാൽ ആ ട്രെയിനിൽ ലാസ്റ്റ് ഷൊർണൂര് എത്തുമ്പോ ഷൊർണൂര് അവരെ ഇറക്കണം. അല്ലെങ്കിൽ ബോഗികൾ ചെക്ക് ചെയ്യുമ്പോ ആരെങ്കിലും അതിന് ഇറക്കും, അത് ഇറങ്ങിയിട്ടെങ്കിലും. അപ്പൊ ഇറങ്ങുമ്പോ ഷൊർണൂര് CCTV അത് മതി. ഞാനത് അവരോട് പറഞ്ഞു കൊടുത്തത്. ഷൊർണൂര് ഏത് വണ്ടിയിൽ ഏത് ആളിറങ്ങുന്നുണ്ട് ആ ആൾക്കാരൊക്കെ CCTV മതി. അപ്പൊ ഷൊർണൂർ കേന്ദ്രീകരിച്ചൊക്കെ ഒരു അന്വേഷണം നടത്തിയാൽ മതില്ലേ? അന്വേഷണം നടത്തിയാൽ മതി. ആ 8:30 മണിക്ക് എത്തുന്ന ലോക്കലിന് ഇറങ്ങുന്ന ആൾക്കാരെ നിരീക്ഷണം നടത്തിയായി. ഏത് സമയത്ത് ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നത്? ഞങ്ങൾ ഇവിടെ എത്തിയത് വൈകുന്നേരത്തെ ഒരു 8 മണിക്കാണ് പട്ടാമ്പിയിൽ എത്തുന്നത്. ഓ അത് ശരി. ഒരു ഏകദേശം ഒരു 8:30 മണിക്ക് ഷൊർണൂർ അത് എത്തിയിട്ടുണ്ടാവണം. ഇന്നലെ അല്ലേ? അത് ശരി. അപ്പോൾ ആ വോയിസ് ക്ലിപ്പിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ അവർ കോഴിക്കോട് നിന്ന് ഷൊർണൂരേക്കുള്ള ട്രെയിനിലായിരുന്നു ആ ഉമ്മയെ കണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഉമ്മ അതിൽ ഫർദയാണ് ധരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഉമ്മയെ ഇപ്പോൾ കണ്ട ടൈമിൽ. അപ്പോൾ അവർ വീട്ടുകാരുടെ മൊഴി അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മയെ കാണാതായിരുന്ന ഒരു ടൈമിൽ ഉമ്മ മാക്സി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ പറയുന്ന ആ കണ്ടേ എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് ഒരു പക്ഷേ ഇനി ആരെങ്കിലും ഒരു മാക്സി ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് ആരെങ്കിലും മേടിച്ച് കൊടുത്തതായിരിക്കാം ഫർദ എന്നൊക്കെയാണ് ഈ കണ്ട ആളുകൾ പറയുന്നത്. ആ കണ്ട ആളുടെ ഭാര്യ, അത് അവർ ഫാമിലി ആയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ആ ഭാര്യ ഉറപ്പിച്ച് പറയുന്നുണ്ട് അത് ആ ഉമ്മ തന്നെയാണ് എന്ന് ഭാര്യ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇവരൊരു ഫോട്ടോ എടുക്കണമായിരുന്നു. നമ്മളിപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ഉമ്മയെ പറ്റിയിട്ട് ആര് വീഡിയോ ചെയ്യുകയാണെങ്കിലും അതിനൊപ്പം തന്നെ ഉമ്മയുടെ ഫോട്ടോ നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. കാരണം എവിടെയെങ്കിലും വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ ഉമ്മയെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉമ്മയാണ് എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ക്ലാരിഫിക്കേഷൻ നടത്താമെന്ന് കരുതിയിട്ടാണ് ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും അതിനൊപ്പം നമ്മുടെ റുക്കിയമ്മയുടെ ഫോട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കാണുകയെന്നുണ്ടെങ്കിൽ വേഗം ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയധികം സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന ആരെങ്കിലും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരുപാട് ആളുകളെ കോൺടാക്ട് നമ്പർ കുറേ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ വിളിച്ചിട്ട് അവരെ വല്ല ആളുകളെ അറിയിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയും അല്ലെങ്കിൽ ആ ഉമ്മയെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ കണ്ടേ എന്ന് പറയുന്ന ആളുകൾ തന്നെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ അപ്പം തന്നെ ഒരു വിവരം മറ്റുള്ളവരെ അറിയിക്കാത്ത കാരണം തന്നെ ഇപ്പോൾ ആ ഒരു ഉമ്മയെ കണ്ടെത്താൻ നമുക്ക് പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ല. ഇനി ഷൊർണൂർ കേന്ദ്രീകരിച്ചിട്ട് ഒരു അന്വേഷണം നടത്തിയാലാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. പക്ഷെ ആ ഒരു ഫാമിലി ഉറപ്പിച്ച് പറയുന്നുണ്ട് അത് ആ ഉമ്മ തന്നെയാണെന്ന് അവർ ഏകദേശമൊക്കെ ഉറപ്പിച്ച രീതിയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, അത് ഒരു ഫോട്ടോ കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് നമുക്കത് 100% വിശ്വസിക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ്. ഇനി അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഷൊർണൂർ ഇറങ്ങുമ്പോൾ CCTV ഉണ്ടാവും. അപ്പോൾ അതിൽ ആ ദൃശ്യം ആ ഉമ്മ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് പതിയും എന്നൊക്കെയാണ് പറയുന്നത്. ഷൊർണൂർ ലാസ്റ്റ് ട്രെയിനാണ്. അപ്പോൾ അവിടെ എന്തായാലും എല്ലാ ആളുകളും അറിയും. ഇല്ലെങ്കിൽ ചെക്കിങ്ങിൽ നിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഉമ്മയെ അവിടെ ഇറക്കി വിടും എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ എത്രത്തോളം ഇത് പോസിബിളാണ് CCTV പതിയും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കുറേ ആളുകളുണ്ടെങ്കിൽ ആ ട്രെയിനിൽ അധികം ആളുകൾ അവർ ആ അപ്പാർട്ട്മെൻറ്റിൽ അധികം ആളുകളില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ദൃശ്യത്തിൽ ഉമ്മ പതിയോ ഇല്ലയെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എല്ലായിടത്തും CCTV വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ നമുക്കില്ല.
അപ്പോൾ എന്തായാലും ആ ഉമ്മ തന്നെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പതിയട്ടെ. ഇനി അവിടെ എന്താ പറയുക, ഷൊർണൂരെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ എന്തായാലും ഇവർ വേഗം തന്നെ തുടങ്ങുന്നതായിരിക്കും. കാരണം ഉമ്മയെ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹം തന്നെയാണ് അല്ലേ. പല സ്ഥലത്ത് നിന്നിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടാവും, അവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. ഞാനൊരു മലപ്പുറംകാരി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വേഗം വീഡിയോ കിട്ടിയാൽ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ പല ആളുകൾ പല സ്ഥലത്ത് വെച്ചിട്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല കോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ ആ ഉമ്മയല്ല. ഇപ്പോൾ കുറച്ച് മുന്നേ ഇപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏർവാടിയിൽ വെച്ചിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊന്നും പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. അത്രയും ദൂരം ആ ഉമ്മ എത്തിപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഒരു പക്ഷേ എത്തിപ്പെടാനും സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ മാറി ട്രെയിനിലൊക്കെ കയറിയാൽ ചിലപ്പോൾ പോയി ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ എന്താണ്, ആ ഉമ്മക്ക് നടത്തത്തിൽ ഒരു ചെറുതായിട്ടൊരു കുനിഞ്ഞിട്ടുള്ള ഒരു നടത്താണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഉമ്മയുടെ നടത്തം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സംസാരം നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഉമ്മ എന്നല്ല, സംസാരത്തിലൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ആരെങ്കിലുമൊക്കെ ഉമ്മയാണ് എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് അത്രയും സംശയം ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വേണ്ടപ്പെട്ടവരെ അറിയിക്കുക. ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ പരമാവധി വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൂചന കിട്ടുകയെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ അറിയിക്കേണ്ടവരെ അറിയിക്കുക, അല്ലെങ്കിൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വിവരം കണ്ടെത്താനാവും. എന്തായാലും ഉമ്മയുടെ നമുക്ക് ജീവനോട് തന്നെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനാവട്ടെ എന്ന് നമ്മൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ് അല്ലേ.